വായിച്ചില്ലെങ്കിൽ എന്തോ ഒന്ന് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സങ്കടം പോലെയാണ്, അല്ലെങ്കിൽ ദോഷമല്ലേ, ചിലർ വിചാരിക്കും ദോഷമല്ലേ രാമായണം, കർക്കിടക മാസമായിട്ട് രാമായണം വായിച്ചിട്ട് ദോഷം എന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ രാമായണം വായിക്കും. പക്ഷേ എല്ലാവരും, ഞാനും എല്ലാവരും അങ്ങനെയായിരുന്നു. പക്ഷെ രാമായണത്തിലോട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ രാമായണം കൊണ്ട്. അതുമാത്രമല്ല, ശ്രീരാമചന്ദ്രന്റെ പ്രത്യേക അനുഗ്രഹം ഈ രാമായണ വായനയിലൂടെ മനസ്സിലാക്കി വായിക്കുന്നതിലൂടെ ശ്രീരാമചന്ദ്രനുമായിട്ടും ഒരു അടുപ്പം ഉണ്ടാവുകയും, ശ്രീരാമചന്ദ്രനോട് മാത്രമല്ല ലക്ഷ്മണദേവനോടും ഭരതനോടും ഒക്കെ നമുക്ക് വല്ലാത്തൊരു അടുപ്പം ഉണ്ടാവും. എന്തോ ഹനുമാൻ സ്വാമിയോടും ഒക്കെ പ്രത്യേക ഒരു അടുപ്പം ഉണ്ടാവും. ഇപ്പൊ ഗീതാമാതാജിക്ക് അറിയായിരിക്കും വെടുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അതിന് തൊട്ട് അടുത്താണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലൂടെയാണ് ഇത്തിക്കര ആറ് ഒഴുകുന്നത്. നമ്മുടെ തിരുവനന്തപുരം ഇസ്കോൺ ടെമ്പിളിന്റെ പാനിഘട്ടി മഹോത്സവം മിക്കവാറും ഈ ഇത്തിക്കരയാറിൽ ശ്രീരാമസ്വാമിയുടെ മുന്നിൽ വെച്ചായിരിക്കും. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഭരതന്റെ ക്ഷേത്രമുണ്ട്. ശ്രീരാമസ്വാമിയുടെ തൊട്ട് മുന്നിൽ തന്നെ അമ്പലത്തിന്റെ നാലുകെട്ടിന്റെ പുറത്തായിട്ട് നമ്മൾ ചെല്ലുമ്പം ഹനുമാൻജിയുടെ ക്ഷേത്രമുണ്ട്. ഈ ഹനുമാൻജിയുടെ ക്ഷേത്രം ആക്ച്വലി ഞാൻ അന്ന് പറഞ്ഞില്ലേ, എൻ്റെ അമ്മയുടെ മാമൻ എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ സുമാലി, മാമന്റെ മകളുടെ കാര്യം. ആ മാമൻ മൂന്ന് മാമന്മാരാണ്, അതിനകത്ത് ഏറ്റവും വലിയ മാമനാണ്. ആ മാമനായിരുന്നു ആ ഹനുമാൻജിയുടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്നത് പോകുന്നത് വരെ. അപ്പൊ അതൊക്കെ അതൊരു അനുഗ്രഹമാണ്. എന്തൊക്കെയും പൂർവികരുടെ സുഹൃതമായിരിക്കും നമ്മളിത് വായിക്കാനും ഓർമ്മിക്കാനും പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ശ്രീരാമസ്വാമിയുടെ, അപ്പം നമ്മള് ശ്രീരാമസ്വാമിയുടെ ഒരുപാട് മഹിമകളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹവും ഈ രാമായണ വായനയിലൂടെ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ ആധ്യാത്മിക രാമായണത്തില് നമ്മൾ ട്രഡീഷണലി പോകുന്നത് പോലെ 8ാമത്തെ ഭാഗമാണ്, 8ാമത്തെ ദിവസം എന്താണോ വായിക്കേണ്ടത് അതാണ് വായിക്കുന്നത്. ഇപ്പം ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകാനുള്ള ഒരു സമ്മതം. ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ ഇത് അറിയുന്നില്ല. ലക്ഷ്മണൻ അറിഞ്ഞിട്ട് വരികയുന്ന രംഗമാണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നതെല്ലാമാണ് വായിക്കാൻ പോകുന്നത്. അപ്പം ശ്രീരാമചന്ദ്രന്റെ അമ്മ നല്ല കരച്ചിലാണ്. ആ കരച്ചിൽ കേട്ടിട്ടാണ് ലക്ഷ്മണദേവൻ അവിടെ ലക്ഷ്മണദേവന്റെ ആ ദേഷ്യം ഉണ്ടാകുന്നത്. കൗസല്യ അമ്മയുടെ ആ സങ്കടം കാണുമ്പോഴാണ് കൈകേയിയുടെ സ്വന്തം അമ്മയോട് ദേഷ്യം വരുന്നത്. ലക്ഷ്മണദേവന്റെ ശരീരമൊക്കെ അങ്ങ് വിറച്ച് ആ ചൂടിൽ, ആ ഉഷ്ണത്തിൽ 3 ലോകവും ചാമ്പരാകുമോ എന്ന് പോലും സർവരും ഭയപ്പെട്ടു. അത്രയും ദേഷ്യത്തിലായിരുന്നു ലക്ഷ്മണദേവൻ. ഇപ്പൊ ലക്ഷ്മണദേവൻ പണ്ടേ ഇച്ചിരി ചൂട് ആളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജ്യേഷ്ഠനോടുള്ള ആ ഒരു സ്നേഹം, ജ്യേഷ്ഠനോട്, ഇപ്പൊ പണ്ടത്തെ കാലത്ത് ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സമമാണ്. അച്ഛന്റെ സ്ഥാനമാണ് ചേട്ടന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചേട്ടന്റെ ഭാര്യയെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. ചേട്ടത്തി അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവിടെ അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയൊക്കെ ഉപേക്ഷിക്കുന്ന സമയത്ത് പോലും ലക്ഷ്മണന് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടനായതുകൊണ്ട് ഒന്നും പറയത്തില്ല. അപ്പൊ അന്ന് തീരുമാനിക്കും, അടുത്ത ജന്മത്തില് എനിക്ക് ഈ ചേട്ടന്റെ ജ്യേഷ്ഠനായിട്ട് വേണം എനിക്ക് അടുത്ത ജന്മം ഉണ്ടാകാൻ. അതും ഭഗവാൻ കേട്ട്. അങ്ങനെയാണ് ദ്വാപര യുഗത്തില് ബലരാമനായിട്ട് വരുന്നത്. ഇവിടെ അങ്ങനെ ലക്ഷ്മണൻ അലറി വിളിക്കുകയാണ്, അച്ഛനെ ദേഷ്യപ്പെടുകയാണ്. അയോധ്യാധിപൻ, അതായത് ദശരഥ മഹാരാജാവ് ആരുടെയും കളിപ്പാവയല്ല. കൈകേയി അമ്മ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഭ്രാന്തനായ പിതാവിനെ കെട്ടിയിട്ട് അയോധ്യയിൽ ഞാൻ നീതി നടത്തും. ലക്ഷ്മണദേവൻ പറയുന്നതാണ്. അമ്മയുടെ വാക്കുകൾ കേട്ട് ഭരതൻ അയോധ്യ വാഴാൻ തുനിഞ്ഞാൽ കരുണ കാണില്ല. താൻ ഭരതനെയും ആജ്ഞാനുവർത്തികളെയും കൊന്നുകളയും. അഭിഷേകം മുടക്കാൻ വരുന്നവർ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് കാണട്ടെ. ലക്ഷ്മണദേവൻ പറയുന്നതാണ്. അവർ ആദ്യം എന്നെ നേരിടട്ടെ,
അവരെ ഞാൻ ഒടുക്കും. ജ്യേഷ്ഠന്റെ അഭിഷേകം ലക്ഷ്മണൻ നടത്തും. അത് അയോധ്യാവാസികളുടെ ആവശ്യമാണ്. ചപലയായ ഒരു സ്ത്രീയുടെ ദുരാഗ്രഹത്തിന് കീഴടങ്ങാവുന്ന പ്രശ്നമേ ഇല്ല. വികാരം കൊള്ളുന്ന ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ വാരി പുണരും. എന്നിട്ട് സമാധാനിപ്പിക്കും. നീ ഒന്ന് അടങ്ങൂ അനിയ, നീ ഒന്ന് അടങ്ങ്. നീ പറയുന്നതൊക്കെ ശരിയാണ്, സത്യമാണ്. രഘുവംശത്തിലെ പുലിക്കുട്ടികളാണ് നീ. പക്ഷേ നിന്റെ പരമഹിതത്തിൽ അല്പനായ നീ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എന്റെ ആഗ്രഹത്തെ മാനിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നിന്റെ ഹിതമാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് പക്ഷേ എന്നാലും ഞാൻ ഉപദേശിക്കുന്നത് നീ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമല്ലാത്ത ഒന്നിനെ ചൊല്ലി വേവരാതിപ്പെടരുത്, വാശി പിടിക്കുകയും അരുത്. എല്ലാം ദേവഹിതമാണ്, അത് നടക്കട്ടെ. രാമന്റെ ആ ഉപദേശങ്ങളൊക്കെ കേട്ട് ലക്ഷ്മണൻ ക്രമേണ തണുത്തു. ഇപ്പം ആരെങ്കിലും വഴക്കൂടുമ്പോഴും രണ്ട് ഭാഗം വരും. ഒന്ന്, ആ സമയത്ത് നീ കേറടാ, നീ ചോദിക്കട, ഈ സമയത്ത് കൂടുതൽ വികാരം കൊള്ളും. അതേസമയം ഒന്നും മിണ്ട, വാ ഞാനൊരു കാര്യം പറയട്ടെ, അല്ല ഞാനിപ്പോ ചെയ്യും, നീ ചെയ്തോളൂ, ഞാനൊരു വേറൊരു കാര്യം പറയാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊണ്ടുവരുത്തതിന് ഈ ചൂട് തണുക്കും. അപ്പം യഥാർത്ഥ സുഹൃത്ത് അവിടെയാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ ലക്ഷ്മണന്റെ ആഗ്രഹം അവസാനം തണുത്തിട്ട് ലക്ഷ്മണൻ കോംപ്രമൈസിന് ചെയ്യുകയാണ്. ഞാനും അങ്ങയുടെ കൂടെ വരാം, അങ്ങനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ശ്രീരാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യ ഐശ്വര്യമില്ലാത്ത അയോധ്യയാണ്. കാര്യം ശ്രീരാമചന്ദ്രന്റെ കൂടെ ലക്ഷ്മി ദേവിയും കൂടെ പോവുകയാണ്, സീതാദേവിയും കൂടെ പോവുകയാണ്. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല, ഞാനും കൂടെ വരികയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അതൊക്കെ സമ്മതിച്ച് സീതാദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പം യാത്ര പറയാൻ പോവുകയാണ്. അവളെ സമാധാനിപ്പിക്കണം. ഉടനെ തന്നെ സീതയുടെ അന്തഃപുരത്തിലെത്തി. അപ്പൊ സീതാദേവി സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ ശ്രീരാമചന്ദ്രൻ പെട്ടെന്ന് വന്നപ്പോഴത്തേന് എന്തിനാണ് പെട്ടെന്ന് ഓടി വന്നത്, ഓടി കിതച്ചെത്തുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശ്രീരാമചന്ദ്രൻ വളരെ സമാധാനത്തോടെ പറയും, സീതേ, നീ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അച്ഛൻ നമ്മുടെ ചെറിയമ്മയ്ക്ക് ഒരു സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് 2 വരങ്ങൾ കൊടുത്തിരുന്നു. അപ്പൊ ആ വരങ്ങള് ഇന്ന് ചെറിയമ്മ ചോദിച്ചു, അച്ഛൻ കൊടുക്കുകയും ചെയ്തു. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഭാഗങ്ങള് ഓഹരി വീതം വെപ്പാണ്. ഓഹരി വീതം വെച്ചു. അപ്പം അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നത്, ഭരതന് ഈ നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലവും പറമ്പും എല്ലാം ഭരതന് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്നത് വനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. എന്ത് രസത്തിലാണ് പറയുന്നത്, ലാഘവത്തോടെയാണ് പറയുന്നത്. ഇപ്പം 14 വർഷത്തേക്കാണ് പോകുന്നത്. സീത അതിന് സമ്മതിക്കുന്നില്ല. എന്താണ് ഞാൻ കേൾക്കുന്നത് എന്ന്, ഇങ്ങനെയാണോ ചെയ്യാൻ കൊള്ളാമെന്നൊക്കെ പറയും. അപ്പം ശ്രീരാമന്റെ തടസ്സവാദങ്ങളെല്ലാം സീത എതിർത്ത് തോൽപ്പിച്ചു. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഞാന് അങ്ങയുടെ കൂടെ വരും. ശ്രീരാമൻ തടയും. പക്ഷേ ഭാര്യ പറയും, സീതാദേവി പറയും, ഭാര്യയുടെ ധർമ്മം നിറവേറ്റാൻ അനുവദിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. ഭർത്താവ് ഉള്ളപ്പോൾ സ്ത്രീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കല്ലും മുള്ളും ഒന്നും എന്നെ വേദനിപ്പിക്കുന്നില്ല, അതൊന്നും ഒരു വേദനയേ അല്ല. പക്ഷെ ഭർത്താവിന്റെ കുറവ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വേദനയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം വരികയാണ്. സീതയുടെ യുക്തിയും ഭക്തിയും സ്നേഹവും കലർന്ന ആ സംസാരങ്ങള് ശ്രീരാമചന്ദ്രൻ അങ്ങ് അലിഞ്ഞു. അപ്പം സമ്മതിച്ചു. അങ്ങനെ സീതാദേവി മാലയും ആഭരണങ്ങളും ഒക്കെ അവിടെയുള്ള അന്തഃപുരത്തുള്ള അരുന്ധതി ദേവിക്ക് ദാനം ചെയ്യും. അപ്പം ലക്ഷ്മണന് ബാക്കി കാര്യങ്ങള് ലക്ഷ്മണനെല്ലാം ക്രമീകരിച്ചു പോകാൻ വേണ്ടിയിട്ട്. രാമാഭിഷേകം മുടങ്ങിയെന്നുള്ള അയോധ്യാവാസികൾ അറിഞ്ഞു. സ്ത്രീക്ക് വേണ്ടി സത്യസന്ധനായ പുത്രനെ നാടുകടത്തുന്നതിന് ജനം ദശരഥനെ കുറ്റപ്പെടുത്തി. ദുഷ്ടയായ കൈകേയിയുടെ നിയന്ത്രണത്തിൽ അയോധ്യ ദുർഭരണം നടമാടുമെന്ന് പ്രജകൾ വിശ്വസിച്ചു. രാമനില്ലാത്ത രാജ്യം നേരും നെറിയും കെട്ടതാകും, അതിനേക്കാൾ നല്ലത് രാമനോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ് എന്ന് അയോധ്യാവാസികളും കരുതി. അങ്ങനെ ശ്രീരാമചന്ദ്രനോടൊപ്പം
ഈ ആ വന അതിർത്തി വരെ, നഗര അതിർത്തി വരെ അയോധ്യാവാസികളും കൂടെ പോകുന്നുണ്ട്. രാമൻ സീതയോടും ലക്ഷ്മണനും കൂടി യാത്ര ചെയ്യാൻ ദശരഥന്റെ സന്നിധിയിലെത്തും. അപ്പം കൈകേയി നോക്കണം, കൈകേയിയുടെ ആ ഒരു വിഷം, അവിടെയാണ് ദുസ്സംഗത്തിന്റെ ആ ഒരു അസോസിയേഷൻ, ചീത്ത ജനവുമായിട്ടുള്ള ഒരു അസോസിയേഷൻ 3 മരവുരി കൊണ്ടുവരും. ആ ഒരു മരവുരി സീതാദേവിക്കാണ്. വസ്ത്രങ്ങളെല്ലാം അഴിച്ചിട്ട് ധരിക്കാൻ പറയും. അതുവരെ മിണ്ടാതിരുന്ന വസിഷ്ഠ മഹർഷിക്ക് ഒട്ടും സഹിക്കുന്നില്ല. വസിഷ്ഠ മഹർഷി പൊട്ടിത്തെറിക്കും. എന്നിട്ട് പറയും, കൈകേയി, നിന്റെ വാക്കുകളിൽ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു, ആ 2 വരങ്ങളിൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയും നീ ചോദിച്ചപ്പോൾ ദശരഥനോട്. കൈകേയി ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വസിഷ്ഠൻ ഇടപെടുമെന്നുള്ളത്. കൈകേയി ദേഷ്യപ്പെടും. എന്നിട്ട് കൈകേയി ഒരു ന്യായീകരണവും കണ്ടു. ഈ രഘുകുലത്തിൽ അങ്കിരസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചതാണ്. ജ്യേഷ്ഠൻ രാജാവായി ഇരിക്കേണ്ട സമയത്ത് അനിയൻ രാജാവായി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റുകയില്ല, ജ്യേഷ്ഠൻ കൈ കടത്തിക്കളയും എന്നൊക്കെ കൈകേയി ഭ്രാന്തമായ രീതിയിലാണ് സംസാരിക്കുന്നത്. സീതാദേവി ഒന്നും കേൾക്കുന്നില്ല. സീതാദേവി സ്വന്തം ഭർത്താവിന്റെ ആ ഇംഗിതം മാത്രം നോക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ ദശരഥ മഹാരാജാവ് പുറവേ രാമ രാമ എന്ന് വിളിച്ചിട്ട് കരയുകയാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും യാത്രയാകും. പുറവേ അയോധ്യാവാസികളെല്ലാം പിന്തുടരും. ദശരഥ മഹാരാജാവ് സ്വന്തം മകനെ, ഞാൻ പോയ കാലഘട്ടം ഞാൻ പറഞ്ഞു, ആ പോയ കാലഘട്ടത്തിൽ ദശരഥന്റെ അമ്പ് ചെയ്തുകൊണ്ട് ആരുടെ മകനാണോ മരിച്ചത്, ആ വൃദ്ധനായ ദമ്പതികൾ, കാലചക്രം ചക്രം വൃത്തത്തിലാണ്, ഉരുണ്ടതാണ്. കാലഘട്ടം മാറി തീർച്ചയായിട്ടും കറങ്ങി ആ എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ എൻഡ് പോയിന്റിലെത്തും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയായിരിക്കും നമ്മുടെ എൻഡ് പോയിന്റും. ആ വൃദ്ധരായ അന്ധരായ ദമ്പതികൾ ആരെയാണോ ആലോചിച്ച് കരഞ്ഞു മരിച്ചത്, അതുപോലെ ആ ഒരു സ്ഥിതിവിശേഷം ദശരഥ മഹാരാജനും ആ സമയത്തുണ്ടായി. ഈ ഭാഗമാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഹരേ കൃഷ്ണ. മനസ്സിലായി. അപ്പം 8ാമത്തെ ഏത് ഭാഗം നോക്കട്ടെ. ലക്ഷ്മണ സാന്ത്വനം നമ്മൾ അതുവരെ വായിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി വായിക്കേണ്ടത് ലക്ഷ്മണ സാന്ത്വനം അല്ലേ സുമാജി? അതെ, തുടങ്ങിക്കോളൂ. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം. ഹരേ കൃഷ്ണ. വത്സാ സൗമിത്രേ കുമാരനെ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതോ. മുന്നമേ ഞാനിടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചൊരു വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിടൂ കേൾക്കനീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തമതല്ലാകിലന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാ ആയസ്സുമോർക്കനീ. വഹ്നി സന്തപ്ത ലോകസ്ഥാം ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും
ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയോ മസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരുദ്രവും സ്വപ്ന സമാനം കളത്ര സുഖം ഗണ അല്പമായസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്ക സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമാമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യ ദേവാനുദിച്ചതു വേഗേന വ്യാതപതിയിൽ മറിഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയാശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയസ്സു പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചേർത്ത മോഹേന മരിക്കുന്നതു ചിലർ കേതേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോത്തറിയുന്നില്ല മായതൻ വൈഭവം ഇപ്പോൾ ഇതാ പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതി ഏതോ അറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമകുംഭാംബു സമാനമായ അയസുടൻ ഓമതേതും ധരിക്കുന്നതെല്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയോ മടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമേ നാമൃഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹ നിമിത്തം മഹാമോഹം ത്വമാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നദീധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതെന്നു നീ മാനസനാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം ദോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമെല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥയാകിൽ വിദ്യാഭ്യാസ ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമ ക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നറിയുക നീ എന്നതും അറിയുക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയണോ മാതാപിതൃ ഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും പുമാൻ ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമെല്ലാം നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതും നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ
സന്താപമെന്നാൽ ഒരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം ആനന്ദമേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവ ജഗന്മയം സർവൈക സാക്ഷിണ്യം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊൾകവി സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയാമാം ചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ സംശയം കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പര ആനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാപദാമസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു. സൗമുഖ്യമോടു മാധവോടും ചൊല്ലിനാൻ കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതുമേ പീഡയുണ്ടാകരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി வாழ்കെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുകൾ തൃക്കനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലും നിശ്ചയെന്നാലതി ഇച്ഛയെന്നുറച്ചിടണം. അമ്മയും ഭർതൃകർമാനുകരണമത്രി പാതി സത്യനിഷ്ഠാവധൂർണമെന്നു നിർണയം. മാതാവുമേതാനുവദിച്ചിടുകിലേതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈകൊണ്ടത് തുളസിന്റെ ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരുന്നിടിനാൻ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃതാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതേ ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നൊരു നേരവും തന്മതി കെട്ടുറങ്ങിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തമർത്ഥിച്ചു തൻ പുത്രനാം രാമനെ ഭദ്രബാഷ്പം ഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനീ വസിച്ചാരാൽ വരീതെന്നനുപദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം സനത്വാ സഗദ്ഗദം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൂറ് സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലാം. ത്വൽപാദസേവാർത്ഥമായെന്നടിയനും ഇപ്പോൾ വഴിയിൽ വിടകൊൾവനെന്നുമേ മേധാലതിനുവദിച്ചിടണം. സീതാപദേ രാമചന്ദ്ര ദയാനിധേ
പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകി ഏനാംഗ തുല്യ മദന രഘുപതി എങ്കിൽ നീ പോന്നു കൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗൃഹം പുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സുസ്മിതാവുത്ഥാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാതൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരണേ വന്നതു ബിന്ദു കൃപാനിധേ വാരണ വീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യാലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞ നീ രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മീരാജി, ഗീതമാതാജി അവിടെ രാമായണം ഉണ്ടോ? നോക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. പഴയ ഒരു രാമായണമാണ്. കിട്ടിയോ? പേജ് കിട്ടിയോ? ഇല്ല, അത് കിട്ടിയില്ല. അതില് ഓരോ പാർട്ട് 8 എന്ന് പറഞ്ഞു കാണുന്നില്ല. ഓരോ കാണ്ഡം. പാർട്ട് 8 അല്ല, അയോധ്യാകാന്ഡമാണ്. ഞാൻ ദിവസം നമ്മൾ വായിക്കുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോ വായിക്കുന്ന ശ്ലോകം നമ്പർ 1250 ആണ്. ഓക്കെ, മീരാജി സ്റ്റാർട്ട് ചെയ്തോളൂ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികെടോ ഞാനതു പാലിപ്പതിന്നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമഹന്ത ചൊല്ലിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തമ്പി കുലമൗലി മാലികേ കേൾക നീ മന്നവൻ കേകയ പുത്രിയായ അമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിനന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശു വരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യെ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിന്നേതും മുടക്കം പറകല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു ആകാശശിമുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം ആകുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടും ചൊല്ലിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹ വ്യാക്ര സുഗര സൈരിഭ വാരണ വ്യാള ഭലൂക മൃഗാദികൾ
മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ, സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ. മൂലഫലങ്ങൾ കട്വംല കഷായങ്ങൾ ഭാലേ ഭുജിപ്പതിനാകുന്നതും തത്ര. നിർമ്മല പൂപാനപാനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും. നിമ്നോന്നത ഗൃഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും. നേരെ അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ. ശീതവാതാതപ പീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കുമറികെടോ. എന്നുടെ ചൊല്ലിനാൻ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാലതിനുടനില്ലൊരു സംശയം. ശ്രീരാമവേ വാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലാതയാനിതേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പൂരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയും ഒന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലവും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളു. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ. എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വ നിന്നു തന്നെ നിന്തിരുവടി തന്നാണേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ദേവി ചൊന്നത് കേട്ടൊരു അതെ ആ രണ്ടുപേരും കൂടെ ചെന്നത്. എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരീഷ്ണ പ്രഭു. വല്ലഭേ പോരിക വൈകാതെ സങ്കടമെന്നിതോ ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായിക്കൊണ്ടു ചെയ്കനി ജാനകി ഹാരാദി ഭൂഷണമൊക്കവേ. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വീസുരോത്തമന്മാരെ വരുത്തുവാൻ. അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രാഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളം ആദരാൽ സ്വതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായിക്കു കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തന്മാർക്കും കൊടുത്തിതു. പിന്നെ
നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്തയാൽ ആനന്ദമഗ്നരാൽ മാനവനായകനായ ആശീർവചനവും ചെയ്തിതു താപസന്മാർക്കും ദ്വിജന്മാരും പെയ്തിടുന്ന അശ്രുജലങ്ങളും ജാനകി ദേവിയു അരുന്ധതി ആനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരന് സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയുപദേശ വാക്കു മരുൾ ചെയ്താൾ. ഹരേ കൃഷ്ണ. ഭയങ്കര ഒരു സെൻസിറ്റീവ് മൊമെന്റ്സിലൂടെയാണ് പോകുന്നത്. സുമിത്രയമ്മയും കൗസല്യമ്മയുടെയും വിഷമം ഒന്ന് ആലോചിച്ച് നോക്കണം. ലക്ഷ്മണനെ ഏൽപ്പിച്ചു, ദാനങ്ങളെല്ലാം ചെയ്തു. അവിടത്തെയുള്ള സേവകയാണ് അരുന്ധതി. അരുന്ധതിക്കും ദാനങ്ങൾ കൊടുത്തു. ഇതിനകത്ത് നമ്മൾ വായിച്ച വരികളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്. എൻ്റെ ബാക്കി അടുത്ത ആഴ്ച വായിക്കാൻ എന്തായാലും തീരത്തില്ല, അപ്പൊ ആ ഭാഗം മൊത്തം. അപ്പൊ നമ്മള് ഇവിടെ ഈ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് മൂഢന്മാരാണെന്ന് പറഞ്ഞു. ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയും, ഈച്ച ചത്തു പൂച്ചയായിടുന്നു, അല്ലേ? പൂച്ച ചത്തുടൻ ഓരിയായി പോകുന്നു. വിധിച്ചിടുന്ന കാലമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരയിടത്ത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അവിടെ പറയുന്നത് വീണ്ടും ഞാൻ ഭാഗവത്തിലോടൊന്ന് നോക്കിയതാണ്. അതായത് യുധിഷ്ഠിര രാജാവ് ജയിക്കും. യുധിഷ്ഠിര രാജാവ് ജയിച്ചു കഴിയുമ്പോൾ യുധിഷ്ഠിര രാജാവിന് ഭയങ്കര സങ്കടമാണ് വരുന്നത്. കാര്യം അവിടെ മരിച്ചവരുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഞാനത് നോക്കിയതാണ്, ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. എത്ര പേരാണ് നമാദിക്ക് ഓർമ്മയുണ്ടോ? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു കണക്ക് പറയുന്നുണ്ട്, എത്ര പേരാണ് മരിച്ചു വീഴുന്നുള്ളത്. പറയാം. ഇവിടെ യുധിഷ്ഠിരനെ, അതായത് പാണ്ഡവരെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും യുദ്ധം തുടങ്ങിയത് പാണ്ഡവർക്ക് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം യുധിഷ്ഠിരൻ ചിന്തിക്കുന്നത്, എന്റെ ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പേര് യുദ്ധത്തിന് വന്നതും ഇത്രയും പേര് മരിച്ചു വീഴുന്നതും. അതിനകത്ത് പങ്കെടുത്തത് 21,870 രഥങ്ങള്, 21,870 കരിവീരന്മാര്, 109,650 കാലാൾപ്പട, 65,600 അശ്വസേന എന്ന് ഉൾപ്പെടുന്ന ബൃഹത്തായ സേനാവ്യൂഹത്തെയാണ് അക്ഷൗഹിണി എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിരവധി അക്ഷൗഹിണികൾ കൊല്ലപ്പെട്ടു. ഭൂമിയിലെ അത്യന്തം ഉത്കൃഷ്ട ധർമ്മിഷ്ഠ രാജാവായതിനാൽ യുധിഷ്ഠിരൻ അസംഖ്യം ജീവാത്മാക്കളുടെ അപ്രകാരമുള്ള വധത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. അത് ധർമ്മിഷ്ഠനായ രാജാവാണ്, അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതായത് അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നുണ്ട്, ഈ ഒരു ശരീരത്തിന് വേണ്ടിയിട്ട്, ഈ ആത്മാവ് പോകുമ്പോൾ ശരീരം വേസ്റ്റ് ആവുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, പഞ്ചഭൂതങ്ങളെ പറ്റി പറയുന്നു, ഇല്ലേ? എവിടെയാണത് പറഞ്ഞേക്കുന്നത്? ആയിരത്തി 130 ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്വം മാംസ രക്താസ്ഥിതി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം ഭൂമിരാപോ അനലോ. സ്മിതമാതാജി, ആ ശ്ലോകം ഏതാ?
അഹങ്കാരായിതി ഇയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. ഈ ശരീരം 5 മഹാഭൂതങ്ങളെ കൊണ്ടും പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന 3 ഇന്ദ്രിയങ്ങളെ കൊണ്ടും, അത് 8 എലമെന്റ്സിനെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആത്മാവ് പോകുമ്പോൾ ഇത് വേസ്റ്റ് ആവും, ഭൂമിയിലേക്ക് പതിക്കും. അപ്പം ഇതിനെ പിന്നെ പട്ടികളും പൂച്ചകളും ഒക്കെയാണ് ഈ ആ ദേഹത്തിന്റെ ഉടമകൾ. അപ്പം ശരീരത്തിന്റെ ഉടമ ആരാണെന്ന് യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്. ജനിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് അച്ഛനും അമ്മയ്ക്കുമാണ്. കാര്യം അമ്മയിൽ നിന്നാണ് ജനിക്കുന്നത്. അപ്പൊ അതിന്റെ ശരീരത്തിന്റെ ഓണർഷിപ്പ് അമ്മയ്ക്കാണ്, അച്ഛനും അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് മക്കൾക്കാണ്, നമുക്കല്ല. അത് കഴിഞ്ഞ് ആത്മാവ് പോകുമ്പോൾ ഈ ശരീരത്തിന്റെ ഓണർഷിപ്പ് കണ്ട കഴുകനും നായ്ക്കൾക്കുമാണ്. അവർ വലിച്ചു ചിന്തിച്ചുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ഓണർഷിപ്പ് എവിടാ? നമുക്ക് ഓണർഷിപ്പ് ഒന്നുമില്ല. ഭയങ്കര തത്വമാണ് യുധിഷ്ഠിര മഹാരാജാവ് സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാനോട് പറയുന്നത്. പിന്നെ ഈ ഇല്ലാത്ത ഒരു ഓണർഷിപ്പിനെ ചൊല്ലിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്തത്. സങ്കടപ്പെടുകയാണ്. കാര്യം ഭഗവാൻ അവിടുന്ന് യാത്രയാകാൻ പോവുകയാണ്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടും ഭഗവാൻ കേട്ടില്ല. ഭഗവാന്റെ യാത്ര തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ യുധിഷ്ഠിര രാജാവ്, കൃഷ്ണ നീ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേന് ഒരു 2 ദിവസം കൂടെ ഞാൻ നിൽക്കാമെന്ന് പറയുന്നു. അവിടെയാണ് ആ ഭക്തനുമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ ബന്ധം. ബാക്കി ആര് പറഞ്ഞിട്ടും ഭഗവാൻ കേട്ടില്ല. ഭഗവാൻ പോകാനുള്ള യാത്രയിലായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഇല്ലാത്ത ശരീരത്തിന്റെ, ഇല്ലാത്ത ഓണർഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറന്റ് സിറ്റുവേഷനിൽ അസൂയ, അത്യാഗ്രഹം, ശണ്ട കൂടല്, ഇതൊക്കെ മാത്സര്യം, ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് ശ്രീരാമചന്ദ്രൻ രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്, ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. ബുദ്ധിമാന്മാർക്ക് ദേഷ്യം പാടില്ല. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തില് 65-ാമത്തെ ശ്ലോകം ഇല്ലേ മാതാജി? ക്രോധാത് ഭവതി സമ്മോഹ. അറുപത്തിമൂന്ന് മാതാജി എടുത്തോ? എടുത്തോ? ഒന്ന് വായിച്ചോ മാതാജി. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. നല്ല അർത്ഥം, വിവർത്തനം കൂടെ. മ്യൂട്ടാണ്. ക്രോധത്തിൽ നിന്ന് സമ്മോഹവും, അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. പ്രഭു ഇതിന്റെ മുമ്പത്തെ ശ്ലോകം കൂടെ വായിക്കേണ്ടതാണ്. ധ്യായതോ വിഷയാൻ പുംസഃ, സംഗസ്തേഷോപജായതേ, സംഗാത് സഞ്ജായതേ കാമഃ, കാമാത് ക്രോധോഭിജായതേ. വിവർത്തനം കൂടെ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തിയുണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. കൈകേയിക്ക് പറ്റിയ അതാണ്. മിരാജി സുമാജിതെ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ ഭഗവത്ഗീതയിലെ ശ്ലോകം 2-ാമത്തെ അധ്യായം 62, 63, അതുപോലെ ഭാഗവത്തിലെ കുന്തി സ്തുതി കഴിഞ്ഞിട്ടുള്ളതാണ്. 8-ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധത്തില് യുധിഷ്ഠിര രാജാവ് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വിടുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. യുധിഷ്ഠിര രാജാവ് സങ്കടപ്പെടുന്നതാണ്. ഇല്ലാത്ത ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് ആ ദുസംഗം ഉണ്ടായിട്ട് കൈകേയി തെറ്റിദ്ധരിക്കുന്നു. അപ്പം ലക്ഷ്മണൻ ദേഷ്യപ്പെടുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നത്, ക്രോധം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല,
അതുകൊണ്ട് ലക്ഷ്മണ, അനിയ, നീ സമാധാനിക്ക്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചിട്ട്, ലക്ഷ്മണൻ ഏറ്റവും വലിയ പരിത്യാഗിയാണ്. ഭരതൻ വീട്ടിലിരിക്കുന്നു വെച്ചു, കൊട്ടാരത്തിൽ തന്നെ ഉണ്ട്, പക്ഷേ ലക്ഷ്മണനെ അതിനും വലിയ പരിത്യാഗിയാണ്. എല്ലാം കളഞ്ഞിട്ട് ശ്രീരാമചന്ദ്രന്റെ കൂടെ 14 വർഷത്തേക്ക് പോവുകയാണ്. ഭരതൻ ശ്രീരാമചന്ദ്രനെ ഓർമ്മിച്ചിട്ട് ആഹാരം വളരെ കുറച്ചാണ് കഴിക്കുന്നത്. എന്തോ കർഗച്ചാറ് മാത്രമേ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നുള്ളൂ. കർഗപ്പുല്ലിന്റെ ചാറ് മാത്രമാണ് ഭരതൻ കഴിക്കുന്നത് എന്ന് തോന്നുന്നു. ഭരതൻ എന്നാലും കൊട്ടാരത്തിലായിരുന്നു. പക്ഷെ ലക്ഷ്മണൻ അതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്, ശ്രീരാമചന്ദ്രന്റെ കൂടെ പോവുകയാണ്. അപ്പം അവിടെയാണ് പറഞ്ഞത്, ഗൃഹത്തിൽ നിന്ന് സമ്മോഹം, അതായത് ഓർമ്മപ്പിഴ ഉണ്ടാകും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശം ഉണ്ടാകും. അതായത് നമ്മുടെ ബുദ്ധിയും നാക്കും തമ്മിലുള്ള കണക്ഷൻ അങ്ങ് വിടും. പിന്നെ നാക്ക് ഫ്രീ ആയി, നാക്കിന് ഇഷ്ടമുള്ളതാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പം അറിയാതെ പറഞ്ഞു എന്ന് പറഞ്ഞാല് ബുദ്ധിയെ കണക്ട് ചെയ്യാതെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ദേഷ്യം കൊണ്ട് ഒരു കാര്യവും നേടുകയില്ല എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. അപ്പം മാത്രമല്ല വീണ്ടും പറയുന്നു, നീ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ദേഹം എന്നുള്ള ചിന്ത ഇല്ലാതെ ആ പരമാത്മാവിന് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണം. അവിടെയാണ് ഭഗവത്ഗീതയിൽ വീണ്ടും ശ്ലോകം വരുന്നത്, യത് കരോഷ്യതസ്നാസി യജ്ജുഘോഷ്യതാസിയത് യത് തപസ്യ കൗന്ദേയ തത് പുരുഷമതർപ്പണം. നമ്മൾ എപ്പോഴും പറയാറുള്ള ശ്ലോകമാണ്. നീ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും, ദാനം ചെയ്തു കഴിഞ്ഞാലും, കർമ്മം ചെയ്താലും അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പൊ അവിടെ ശരീരം, ഞാൻ എന്നുള്ള ശരീരം എന്നൊരു ബോധം വരത്തില്ല. ഞാൻ ആയത് ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ചിന്ത അവിടെ വരും. അപ്പം ഇവിടെയാണ് പറഞ്ഞത്, നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവ ജഗന്മയം. എല്ലാം ഭഗവാന്റേതാണ്, ഒന്നും എന്റേതാണെന്നുള്ള തോന്നല് ഉണ്ടാകരുത്. അപ്പം ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. പിന്നെ എപ്പോഴും പറയും, എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോയപ്പം മാംസങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഇവിടെ സീതാദേവിയുടെ അടുത്ത് എന്താണ് ഉപദേശിച്ചിരിക്കുന്നത്? ലക്ഷ്മി, നീ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിനക്കവിടെ എന്താ പറയുന്നത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമില്ല. കാര്യം കൊട്ടാരത്തിൽ സുഖിച്ച് വളർന്നവളാണ് നീ. മൂലഫലങ്ങൾ, അമ്ല കഷായങ്ങൾ. അപ്പം അവിടെ ഉണ്ടാകുന്ന കായകളും കനികളും അമ്ല രസമുള്ളത്, അതായത് കയ്പുള്ളതൊക്കെയുള്ള ആഹാരങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഫലമൂലാദികൾ മാത്രമേ കിട്ടുകയുള്ളൂ. അത് എങ്ങനെ ദേവി ഭദ്രയെ കഴിക്കും എന്ന് എനിക്കറിവില്ല. ഇതൊക്കെ സീതാദേവി എടുത്ത് പറയുകയാണ്. ഇതൊന്നും സീതാദേവി കേൾക്കുന്നില്ല. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ് ദൈവം. ഭർത്താവിന്റെ കൂടെ ഏത് അന്തരീക്ഷത്തിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രനെ കളിപ്പിച്ച് എല്ലാം റെഡിയാക്കി കൂടെ പോകും. അപ്പം ഇതൊക്കെയാണ് രാമായണം കൊണ്ട്. ഇപ്പം 2-3 കാര്യങ്ങളാണ് ലക്ഷ്മണനോട് വലിയൊരു ഉപദേശമാണ് ഉപദേശിക്കുന്നത്. ക്രോധാത്ഭവതി സമ്മോഹ. പിന്നെ ശരീരം, യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞാണ്, യുധിഷ്ഠിര മഹാരാജ കരയുകയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ. കാര്യം കോടിക്കണക്കിന് ജനങ്ങളാണ് മരിച്ചത്. അപ്പം ഈ മൃതങ്ങളെ, ഈ ശരീരമെല്ലാം കണ്ടിട്ട്, ബോഡിയെല്ലാം കണ്ടിട്ട്, ശവശരീരങ്ങൾ കണ്ടിട്ട് യുധിഷ്ഠിര രാജാവ് വളരെ വിഷമിക്കും, പേടിച്ചിട്ട് അവിടെ കരയുകയാണ്, ഭഗവാന്റെ അടുത്ത് കരയുകയാണ്. എന്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ ശരീരം, എന്റെ ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവരെ എല്ലാം കൊന്നത്. ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ വാർദ്ധക്യം പ്രാപിക്കും. കുറച്ചു നാളുകൂടെ കഴിയുമ്പോഴത്തേന് ആത്മാവ് ജീവൻ പോകും. പിന്നെ ഈ ശരീരത്തെ ചെന്നായും നായയുമാണ് കഴിക്കുന്നത്. എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയിട്ടാണോ ഈ വലിയൊരു യുദ്ധം ഉണ്ടായത് എന്ന് ഭഗവാൻ എടുത്ത് പറയും. ഭഗവാൻ തിരിച്ച് കാര്യങ്ങളൊക്കെ പറയും. അർജുനന്റെ അടുത്ത് നീ ഒരു നിമിത്തം എന്ന് പറഞ്ഞതിന്റെ കൂട്ട് യുധിഷ്ഠിരന്റെ അടുത്ത് ഭഗവാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പം ഇതാണ് രാമായണത്തിന്റെ 8ാമത്തെ ദിവസം വരുമ്പം ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യാൻ ശ്രീരാമചന്ദ്രൻ തന്നെ ഉപദേശിക്കുന്നു. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ദേഷ്യം കൊണ്ട്, അതുപോലെ തന്നെ കാമ ആസക്തി കൊണ്ട്
ഒന്നും നേടുകയില്ല എന്ന് പറയുന്നു. കൈകേയി നേടിയോ? കൈകേയി നേടിയില്ല, ഒന്നും നേടിയില്ല. ഭരതനെ രാജാവാക്കണം, അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ അവസാനം ഭരതൻ രാജ്യഭാരം എടുത്തോ? കൈകേയി സുഖിച്ചോ? ഒന്നും ചെയ്തില്ല. സ്വന്തം ഭർത്താവ് സ്വന്തം മകനെ ഓർമ്മിച്ച് മരിച്ചുപോയി. ഇതല്ലേ സംഭവിച്ചത്. അപ്പം ഒരു സുഖവും ദേഷ്യം കൊണ്ടോ അധികമായ കാമാസക്തി കൊണ്ടോ പറ്റില്ല, നേടില്ല എന്നുള്ളതും രാമായണത്തിലൂടെ ഈ 8ാമത്തെ ദിവസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെയാണ് രാമായണത്തിന്റെ 8ാമത്തെ ദിവസം. സുമാജി എല്ലാം കുറിച്ചു വെച്ചോണം. ഹരേ കൃഷ്ണ. സ്മിതമാതാജി എന്ത് പറയാനുണ്ട്? ഗീതമാതാജി അടുത്ത പ്രാവശ്യം നമുക്ക് വായിക്കാം. ഇപ്പൊ ഏകദേശം പിടികിട്ടില്ലേ? അയോധ്യാകാന്ഡമായിരുന്നു. മ്യൂട്ടാണ്. എന്റെ ബുക്കിനകത്ത് പഴയ ബുക്കാണ്, അതിനകത്ത് ഈ ശ്ലോക നമ്പർ ഒന്നും ഇല്ല. ഞാൻ അടുത്ത ആഴ്ച അയച്ചു തരാം. എന്തായാലും അടുത്ത ആഴ്ച അയച്ചു തരാം. ഏത് ഭാഗമാണ് വായിക്കാൻ പോകുന്നത് ഞാൻ അയച്ചു തരാം. ഓക്കെ. പ്രഭു, ഒരു ഡൗട്ട് ഉണ്ട്. ഇവിടെ ശിവപ്രിയ വിഘ്നേഷ് കാണുന്നുണ്ടല്ലോ, അതാരാ? ശിവ പാർവതി ദേവി, ദുർഗാദേവി. അതല്ല, ഇവിടെ ശിവപ്രിയ നമ്മുടെ റൂമില് കാണുന്നു. ഓക്കെ. ശിവപ്രിയ നമ്മുടെ പുതിയ ഒരു അംഗമാണ്, നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗമാണ്. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, അതാണ്. നമ്മൾ അന്ന് വീട്ടിലുള്ളപ്പോ ഉണ്ടായിരുന്നു. പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ശിവപ്രിയ. ഞാന് മണിലാൽ സാറിനെ അറിയുന്നത് ഒരു കമ്പനിയുടെ ആവശ്യത്തിനുമായിട്ട് വിളിച്ചപ്പോഴാണ് സാർ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. വളരെ